ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ലിബറൽ ആശയക്കാർ പറയണത് ക്യാമ്പസിന്റെ 3 കൊല്ലം അടിച്ചു പൊളിക്കൂ. ഹോളിയല്ലേ, ഫെസ്റ്റിവൽ അല്ലേ, സെന്റ് ഓഫ് അല്ലേ, കല്യാണ പരിപാടിയല്ലേ. അത് ഹാജിയാമാരുടെ ആശയത്തിലേക്ക് കൂടി കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഉസ്താദുമാര് ചോദിക്കും, ഹാജിയാരങ്ങളെ മോളെ കല്യാണത്തിന് എന്തോ ഉസ്താദ് 2 ദിവസമല്ലേ, കല്യാണല്ലേ, കുടുംബമല്ലേ. ഇതാണ് ലിബറൽ ആശയത്തിന്റെ ഒന്നാമത്തെ അടയാളം. മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുർദി തങ്ങൾ പറയുന്നുണ്ട്, ഒരാള് പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമാണ് പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യത്തെ ഇപ്പൊ ലിബറലായി കാണൽ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സംസാരിക്കലും അല്ലെങ്കിൽ ഔറാദുകളിൽ നിന്ന് മാറി നിൽക്കലും ഖുർആൻ ഓത്തൊക്കെ നിർത്തിവെച്ച് കിച്ചണിലേക്കൊക്കെ ഇറങ്ങൽ ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ വലിയ മഹാപാപം പോലെയായിരുന്നു. ഇന്ന് കുട്ടികൾ കിച്ചണിലല്ല, സെൻട്രൽ ഹാളിൽ തന്നെ ഇല്ല, അൽഫാമിന്റെയും 65-ന്റെയും അടുത്താണുള്ളത്. ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരാള് ഇന്നാലിന്ന മോൻ അവിടെ ഉണ്ടോ, നമ്മുടെ ഒരു മീറ്റിംഗ് 8:30 കണ്ടക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പറയല് ഓൺ ടർഫിൽ പോയി. ഉമ്മാക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. കുട്ടികളല്ല ഇപ്പൊ ലിബറലാവണത്, രക്ഷിതാക്കൾ കൂടിയാണ്. എവിടെ പോയാലും കുഴപ്പമില്ല. അത് വലിയ പ്രശ്നമാണ്. ഗൗരവത്തിൽ കാണേണ്ടത് ഗൗരവത്തിൽ തന്നെ കാണണം. കല്യാണ പരിപാടിയിലേക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ വെള്ളിയുടെ സുർമ്മക്കുപ്പി കണ്ടു. മഹാനവറുകൾ ചിന്തിച്ചു, സുർമ്മക്കുപ്പി ഇപ്പൊ വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇസ്രാഫാണല്ലോ അല്ലെ, അമിതമാണല്ലോ. ഇറങ്ങിപ്പോന്നു. ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു പോയി. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച പെരുന്നാളിന് ഡ്രസ്സ് ഉണ്ടെങ്കിലും നാളെ കല്യാണമാണെങ്കിൽ ഭർത്താവിനോട് ഭാര്യ ഒരു ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കും. കഴിഞ്ഞ ആഴ്ചയല്ലേ ഇട്ടത് എന്ന് ചോദിച്ചാൽ അതെല്ലാരും കണ്ടില്ലേ, എന്നാ പിന്നെ ചാക്കിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിക്കോളി, ഡ്രസ്സ് ആരും കാണൂലല്ലോ. എത്ര വാങ്ങിക്കൊടുക്കണേലും കുഴപ്പമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റുക്കൂയിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോ അരയുടുപ്പ് മാത്രമായതുകൊണ്ട് ഔറത്ത് കാണുമോ എന്ന് പേടിച്ചിട്ട് ഇടത്തേ കൈ കൊണ്ട് താഴെയുള്ള ഭാഗം വസ്ത്രം ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചിട്ടാ സുജൂദിലേക്ക് പോവുക, ഔറത്ത് കാണുമോ എന്ന് പേടിച്ചിട്ട്. ഒറ്റ അരയുടുപ്പേ മഹാൻ